നമ്മൾ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. ആ കുട്ടി ഫോണിൽ പറയുന്നത് അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ടൊരു ക്ലാസ്സുണ്ട്. ആ ക്ലാസ്സിൽ എൻ്റെ കൈതട്ടി പൊട്ടിയ ഉടനെ തന്നെ അമ്മ എന്നോട് പറഞ്ഞത്, എനിക്കൊക്കെ ജന്മം നൽകിയ എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായിട്ട് എന്നെ തെളിവിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ നേരെ അമ്മയെ കാണാതെ അമ്മയുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്ന 9 വയസ്സുള്ള കുട്ടിയാണ്. ആ 9 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നത് ആ അമ്മയോട് മാത്രമല്ല, നമ്മളോട് തന്നെയാണ്. ഒരുപക്ഷെ ഗുരുവിൻ്റെ ജീവിതം കൊണ്ട് മുഴുവൻ സംസാരിച്ചത് ഈ ഒരു ചെറിയ കുട്ടി പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളിങ്ങനെ ഗുരുവിൻ്റെ കൃതികൾ ഒരുപാട് ചൊല്ലിപ്പഠിച്ചതുകൊണ്ടോ ഗുരുവിൻ്റെ മഹത്വം പുകഴ്ത്തി പാടിയതുകൊണ്ടും മാത്രം ഗുരുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗുരു പറഞ്ഞ വെളിച്ചത്തിലേക്ക് നമ്മളെ ചെറുതായിട്ട് ഒന്ന് തിരുത്തി ഉയർന്നു പോയാൽ മാത്രമേ ഗുരുത്വം നമ്മളെ സ്പർശിക്കുള്ളൂ. നമ്മളുടെ പുകഴ്ത്തലൊന്നും ഗുരുവിന് ആവശ്യമില്ല. നമ്മൾ ഗുരുവിനെ സ്മരിക്കുന്നത്, ഗുരുവിനെ സ്തുതിക്കുന്നത്, ഗുരുവിനെ ഓർത്ത് എന്തും ചെയ്യുന്നത് നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഗുരുവിന് അതിൻ്റെ നീതില്ല. ആ കുട്ടി പറഞ്ഞത്, എൻ്റെ അമ്മേനെ ഇത്ര വഴക്ക് പറഞ്ഞു. അമ്മയുടെ കൈ തട്ടിയിട്ടാണ് ആ ഗ്ലാസ് പൊട്ടിയിരുന്നതെങ്കിൽ അമ്മ എന്താണ് പറയുക? അമ്മ പറയും, അയ്യോ ഞാൻ എത്ര വില കൊടുത്ത് വാങ്ങിച്ചതാണ്, എൻ്റെ കൈയിലൊക്കെ പൊട്ടിപ്പോയിരുന്നതാണ്. ഒരിക്കലും അമ്മ ഞാൻ ജനിച്ചത് തന്നെ മോശമായി പോയെന്ന് അമ്മേനെ നോക്കി പറയില്ല. ഇനി അച്ഛൻ്റെ കൈ തട്ടിയാണ് തട്ടിയെന്ന് കരുതുക. അച്ഛൻ്റെ കൈ തട്ടിയാണ് പൊട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കി നടന്നുകൂടെയെന്ന് പറയും. അത്രേ പറയും. ഇത് രണ്ടുമല്ല, മൂന്നാമതാ കുട്ടി പറഞ്ഞതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ആ കുട്ടി പറയുന്നത്, വീട്ടിലൊരു ഗസ്റ്റ് വന്നതിന് കരുതുക. ആ ഗസ്റ്റിൻ്റെ കൈ തട്ടിയാണ് ആ ഗ്ലാസ് വീണ് പൊട്ടിയിരുന്നതെങ്കിൽ അമ്മ ചാടി കൊണ്ടിട്ട് അയാളോട് പറയും, നിങ്ങൾ വിഷമിക്കണ്ട. ആദ്യം പറയണ വാക്കാണ്. ഇതാണ് ഗുരു പറയുന്നത്. അധമണയാതെ അകതാൽ അമർത്തിയത്. ഇതൊക്കെ നമുക്ക് അറിയാൻ പോകും. നേച്ചുറലായിട്ട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, അത് വെറും ഒരു 50 രൂപയുടെ ഗ്ലാസ്, അതൊന്ന് പൊട്ടിയാലും വേറെ ഒന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കും. ആ തെറ്റെടുത്ത് അയാളൊരു തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്തില്ല, അയാളെ ആശ്വസിപ്പിച്ച് റിലാക്സ്ഡ് ആക്കുക. ഗ്ലാസ് പൊട്ടിയത് മോശമായി ഇല്ല എന്നല്ല പറയുന്നത്. ഒരു തെറ്റ് പറ്റും, ആരായാലും കൈ തട്ടിയാൽ ഗ്ലാസ് വീണ്ടും പൊട്ടും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അമ്മ ഗ്ലാസിൻ്റെ കഷ്ണങ്ങളൊക്കെ പറക്കി എടുത്ത് കൊണ്ടുപോയി വേസ്റ്റ് ബാസ്കറ്റിലേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും പറയും, സാരില്ലാട്ടോ, അത് കാര്യമാക്കണ്ട, അതിപ്പോൾ 50 രൂപ കൊണ്ട് കിട്ടുന്നതേ ഉള്ളൂ, ഗ്ലാസ് അല്ലേ, അത് പൊട്ടുമല്ലോ എന്ന് പറഞ്ഞ് അയാൾക്ക് എപ്പോഴൊക്കെ അസ്വസ്ഥത ഉണ്ടാകാൻ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഇരുത്തും. ഇതും പറഞ്ഞിട്ട് ആ മോൻ പറയുകയാണ്, 1/2 മണിക്കൂർ സമയത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നു പോകുന്ന ആ ഒരാളോട് ഇത്രയും മര്യാദയ്ക്ക് എൻ്റെ അമ്മ പെരുമാറുന്നു. ഒരു ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് കഴിയേണ്ട എന്നോട് പിന്നെന്താണ് ഇത്ര മോശമായിട്ട് പെരുമാറുന്നത്? ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതാണ് മനുഷ്യൻ്റെ പ്രകൃതം. നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറാൻ കഴിയില്ല. അപരിചിതരോട് നമ്മൾ വളരെ നന്നായിട്ട് പെരുമാറും. അതുകൊണ്ട് അന്യരെയല്ല നമ്മൾ ആദ്യം സ്നേഹിക്കാൻ പഠിക്കേണ്ടത്. അന്യരെയൊക്കെ നമ്മൾ നന്നായി സ്നേഹിക്കുന്നത് നമ്മളെ ഏറ്റവും അടുത്ത ആളുകളോടാണ് നമ്മളിൽ ഏറ്റവും മോശമായത് പുറത്തേക്ക് വരുന്നത്. നമ്മളൊരു ജീവിതകാലം മുഴുവൻ നമ്മളുടെ ബുദ്ധി നമ്മൾ എത്രയോ കോടാനുകോടി കാലത്തേക്ക് വിടും. പക്ഷെ ആള്
വലിയ ദേവീ ഭക്തനാണ്. അപ്പോൾ ഒരു ദിവസം ദേവി പ്രത്യക്ഷപ്പെട്ടു. ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് നാരായണത്തമ്പുരാനോട് ചോദിക്കും, എന്ത് വരമാണ് വേണ്ടത്? അപ്പം നാരായണത്തമ്പുരാൻ പറയും, എനിക്കൊരു വരവും വേണ്ട. അപ്പോൾ ദേവി പറയും, അത് പറ്റില്ല, ഞാൻ പ്രത്യക്ഷപ്പെട്ടാൽ വരം കൊടുത്ത് എനിക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ നാരായണത്തമ്പുരാൻ ദേവിയോട് പറയും, എനിക്കൊന്നും വേണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ ദേവി പറയും, അത് പറ്റില്ല, എനിക്ക് തന്നേ പറ്റൂ. അപ്പോൾ നാരായണത്തമ്പുരാൻ, ദേവിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എൻ്റെ വലത്തേ കാലിലെ മന്ത് ഇടത്തെ കാലിലേക്ക് ആക്കി തന്നു. ഒരു മന്തില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, കുറച്ച് നേരത്തെ കുട്ടികളായിരുന്നു പ്രശ്നം, അത് നമ്മളൊരു വിധം തീർത്ത് ശരിയായി വന്നതാണ്. അപ്പോഴാണ് കരണ്ട് പോകുന്നത്. ജീവിതം ഇങ്ങനെയാണ്, മരിക്കുന്നത് വരെ ഒരു മന്ത് ലൈഫിൽ നമ്മൾ അസ്വസ്ഥപ്പെടുത്താൻ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട ഒരു പ്രശ്നമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരു ജീവിതമില്ല. മാനിഫെസ്റ്റ് ചെയ്ത ഒരു ജീവൻ ഒരു രൂപമെടുത്തു കഴിഞ്ഞാൽ അതിന് ഏറ്റക്കുറച്ചിലുകളിലൂടെ അല്ലാതെ കടന്നു പോകാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രകൃതം. ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവുക. നമ്മൾ എത്ര മുകളിലേക്ക് എത്ര കല്ല് കൊണ്ടുപോയാലും, അത് പണമാവാം, പ്രശസ്തിയാവാം, ആരോഗ്യമാവാം, എന്തുമാവാം, താഴത്തേക്ക് വീഴാത്ത ഒരു കല്ല് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ എത്ര എടുത്തു വെച്ചാലും ഒരു ദിവസം നഷ്ടപ്പെട്ടിരിക്കും. ഒരു ദിവസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ എടുത്തു വെച്ചതിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതായത് നമ്മൾ ചത്തുപോകുമല്ലോ. നാരായണത്തമ്പുരാൻ പറയുന്നത് വലിയൊരു ദർശനമാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെളിച്ചമിരിക്കുന്നത് നമ്മളുടെ താല്പര്യത്തിലേക്ക് ജീവിതം വരുമ്പോഴല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം വരുമ്പോഴല്ല നമുക്ക് തൃപ്തി ഉണ്ടാവുക. ഇപ്പം കരണ്ട് പോയ ഉടൻ രണ്ട് സാധ്യതകളാണ്. ഒന്ന്, കരണ്ട് പോയ ഉടൻ ഞാനിങ്ങനെ ഒഴുക്കിൽ സംസാരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ടും പെട്ടെന്ന് കരണ്ട് പോയാൽ എൻ്റെ സിസ്റ്റം അസ്വസ്ഥമാകും, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അസ്വസ്ഥമാകും. പക്ഷെ മാറ്റം എന്ന് പറയുന്നത്, ചേഞ്ച് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഇത്തരം സമയങ്ങളിലാണ് നമ്മൾ സംയമനം ശീലിക്കേണ്ടത്. കറണ്ട് വരട്ടെ, ഒരാൾ ഞാൻ ശ്രദ്ധിക്കുകയും അദ്ദേഹം ഒരു പാനിക് ആവാതെ വളരെ കൂളായിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാനിക്കായാൽ നമ്മൾ കയ്യുന്നു പോകും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാവണേ എന്ന് ഒരിക്കലും നമ്മൾ ദൈവത്തോടോ ഗുരുക്കന്മാരോടോ പ്രാർത്ഥിക്കരുത്. കാരണം അങ്ങനെ ഒന്നും തരാൻ ആർക്കും സാധ്യമല്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ സമചിത്തതയോടെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സെനിക്ക് തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ കാത്തുകൊള്ളുകന്ന് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരു ആവിവൻ തോണി നിൻപദം. നമ്മൾ പറയുന്നതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ കടൽ പോലെയാണ്. കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തമായ തിരമാലകൾ, ചുഴികൾ, ഇങ്ങനെ ആകെ പ്രക്ഷുബ്ധതയും ശാന്തിയും ഒക്കെ നിറഞ്ഞ, സമ്മർദ്ദമൊക്കെ നിറഞ്ഞ ഒരിടമാണ് കടൽ. ആ കടലിലാണ് എനിക്ക് ജീവിക്കേണ്ടി വരുന്നത്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കടൽ പോലെയാണ്. എവിടെയാണ് ചുഴിയുള്ളതെന്ന്, എവിടെയാണ് വലിയ തിരമാലുള്ളതെന്ന് വന്നു പോയിട്ട് നമ്മളെന്നെ പറയാറില്ലേ, എപ്പോഴും എനിക്ക് ദേഷ്യം വരാതെ എനിക്ക് തന്നെ അറിയില്ല. നമുക്ക് നമ്മളെക്കുറിച്ചൊന്നും അറിയില്ല. അത്രയും പ്രക്ഷുബ്ധമായിട്ടിരിക്കുന്ന ഒരു കടലിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്.
അതുകൊണ്ട് ഈ കടലിനെ ശാന്തമാക്കാൻ തരണേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കടലിനെ ശാന്തമാക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ കടലിൽ ഒരു തോണി ഇറക്കണമെന്നാണ്. ഈ വേലിയേറ്റവും വേലിയിറക്കവും ചുഴികളും ഒക്കെയുള്ള ഈ ജീവിതത്തിൽ ശാന്തമായി സഞ്ചരിക്കാൻ എനിക്കൊരു തോണി വേണം. ആ തോണിയിൽ ഒരു കപ്പിത്താനും വേണം. അല്ലാതെ കടല് ശാന്തമാക്കി തരണേ എന്ന് ദൈവദശകത്തിൽ പറഞ്ഞിട്ടില്ല. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരു ആവി ബന്ധോണി നിൽപ്പത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? വളരെ പ്രക്ഷുബ്ധത നിറഞ്ഞ പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളും പ്രതിസന്ധികളുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളൊക്കെ സമചിത്തതയോടെ അഭിമുഖീകരിക്കാനുള്ള ഒരു ഉള്ള് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അതിന് ഗുരു ആദ്യം പറയുന്നത് നീ അഖമണയാതെ അകതാരമർത്തണം. രണ്ടാമത് പറയുന്നത് നിന്റെ തലച്ചോറ് എപ്പോഴും ജയിക്കാൻ വേണ്ടിയിട്ടാണ് ചിന്തിക്കുക. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഇവോൾവ് ചെയ്ത് വന്നുണ്ടായതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പഠിച്ച് പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി ആഴത്തിലുള്ളൊരു ബുദ്ധി നമ്മൾ ആർജിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബുദ്ധി ഒരിക്കലും അപ്പുറത്തുള്ളവരുടെ കൂടെ നിൽക്കില്ല, എൻ്റെ കൂടെ നിൽക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമായിട്ടുള്ളത് വാദിച്ച് ജയിച്ചിട്ടാണ്. നമ്മൾ വാദിക്കുന്നത്, നമ്മൾ ആരോടും വാദിക്കുന്നത്, സംസാരിക്കുന്നത്, ഇടപെടുന്നത് നമുക്ക് ജയിക്കാനാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോടൊക്കെ നിരന്തരം വാദിച്ച് ജയിക്കാറുണ്ട്. എന്നിട്ട് വാദിച്ച് ജയിച്ചിട്ട് ആ വീട്ടിലെപ്പോഴെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ട്? വാദിച്ച് ജയിച്ച് തോൽക്കുന്നവരാണ് നമ്മൾ. ഞാൻ എൻ്റെ ഭാര്യയോടോ ഭർത്താവിനോടോ അമ്മയോടോ മക്കളോടോ ശക്തമായി വാദിച്ച് അവരെ തോൽപ്പിച്ചിട്ട് നമ്മൾ നേരെ മുറി പോയിരിക്കും. സമാധാനത്തിലാണോ നമ്മൾ ഇരിക്കുന്നത്? നമ്മൾ തോൽപ്പിച്ച അവർ സമാധാനത്തിലാണോ ഇരിക്കുന്നത്? എന്നിട്ട് ഈ ജയിച്ചിട്ട് എന്ത് നേടി? നമ്മൾ വാദിച്ച് ജയിച്ച് എല്ലാവരും തോൽക്കുകയാണ്. നമ്മൾ തോൽപ്പിച്ചവരും തോൽക്കും, ജയിച്ച നമ്മളും തോൽക്കും. അതുകൊണ്ട് ഗുരു പറയുന്നത് നമ്മൾ നമ്മളുടെ വാക്ക് ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ ചിന്ത ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ പ്രവൃത്തി ഉപയോഗിക്കുമ്പോൾ ആരുടെയും മുകളിൽ ജയിക്കാനായിരിക്കരുത്, അറിയാനും അറിയിക്കാനും ആയിരിക്കണം. എന്താണ് അറിയാനും അറിയിക്കാനും എന്ന് പറഞ്ഞാൽ ആത്മോപദേശം പഠിക്കലാണ്. ഗുരു അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവിൻ്റെ ഭാഷയിൽ അറിവ് എന്ന് പറഞ്ഞാൽ ജഡം അറിവില്ല, അറിവിന് ചിന്തയില്ല, ഓതിടുകയുമില്ല അറിവെന്നറിഞ്ഞ് സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിൽ അമർന്ന് ഉഴലുന്നതില്ല നൂനം. ഗുരുവിൻ്റെ ഭാഷയിൽ അറിവ് എന്ന് പറഞ്ഞാൽ ഗുരു പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് ഒരിക്കലും അറിയാൻ കഴിയില്ല, ചിന്ത കൊണ്ട് അറിയാനാവില്ല, അറിവ് നിങ്ങൾക്ക് പറയാനുമാവില്ല. നിങ്ങൾ ആർജിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ വാദങ്ങളും, എല്ലാ തർക്കങ്ങളും, എല്ലാ യുക്തികളും ഒക്കെ മാറ്റിവെച്ച് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിശദാന്തരംഗത്വമുണ്ടാകും. നിങ്ങളുടെ അന്തരംഗം, നമ്മുടെ ഹൃദയം വിശദമായി തീരും, വിശാലമായി തീരും. ഹൃദയത്തിൻ്റെ വിശാലതയ്ക്ക് പറയുന്ന പേരാണ് അറിവ്. ആ അറിവിൽ ഉടലിൽ അമർന്ന് ഉഴലുന്നതില്ല. ഞാൻ പറഞ്ഞ മൊയിലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞ് നമ്മൾ തർക്കിക്കില്ല. എൻ്റെ ശരി സ്ഥാപിക്കാനല്ല പിന്നെ നമ്മൾ ശ്രമിക്കുക. ഹൃദയ വിശാലതയുണ്ടായ ആദ്യത്തെ ലക്ഷണം അപ്പുറത്തിരിക്കുന്നവരെ ഉൾക്കൊള്ളുന്നവരാവും നമ്മൾ. ഹൃദയ വിശാലതയില്ലാത്തപ്പോഴുള്ള നമ്മുടെ ലക്ഷണം എല്ലാവരും എന്നെ ഉൾക്കൊള്ളണമെന്ന് വാശി പിടിക്കുന്നവരാകും. അതുകൊണ്ട് വാദിക്കാനും ജയിക്കാനുമല്ല
സമാധാനിക്കാനും സമാധാനം പകരാനുമാണ് എന്ന് നമ്മളത് മനസ്സിലാക്കണം. അറിഞ്ഞ ആളുടെ ലക്ഷണം അയാൾ സ്വസ്ഥനായിരിക്കും. അറിഞ്ഞ ആളുടെ ലക്ഷണം അയാളുടെ ആത്മസുഖത്തിന് വേണ്ടി തൻ്റെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും സദാ ഉപയോഗിക്കുന്ന ആളായിരിക്കും. അതോടൊപ്പം അപ്പുറത്തുള്ളവർക്ക്, നമ്മോട് ഏറ്റവും ചേർന്നിരിക്കുന്നവർക്ക് ആ സമാധാനം പകരുന്ന ആളുമായിരിക്കും. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരേണം. അത് എളുപ്പമല്ല. നമ്മൾ നല്ല പണിയെടുത്താൽ, നല്ല ശ്രദ്ധാലുവായിരുന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. നല്ലൊരു മനുഷ്യനാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം.